വിശ്വാസവശം പ്രമാണിച്ച് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്ന അവസരത്തിൽ നമ്മുടെ വിശ്വാസത്തെപ്പറ്റി തന്നെ നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. സ്നേഹത്തിൻ്റെ ഡിഗ്രീസ്, ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത് ശത്രുക്കളോട് ക്ഷമിക്കുക എന്നുള്ളത്. വിശ്വാസത്തിൻ്റെ അതുപോലെ നമുക്കൊരു ഡിഗ്രി നോക്കിക്കാണാൻ സാധിക്കുമെങ്കിൽ അത് ഡാർക്ക് ഫെയ്ത്ത് ആണ് പറയുന്നത്. യോഹന്നാൻ ക്രൂസിൻ്റെ പുസ്തകത്തിൽ അത് പ്രത്യേകമായി പറഞ്ഞത് ഡാർക്ക് ഫെയ്ത്ത്. ഈ ഡാർക്ക് ഫെയ്ത്തിനെ പറ്റി പറയാൻ കാരണം സാധാരണ നമ്മുടെ ആൾക്കാർക്കുള്ളത് എന്തെങ്കിലും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഡാർക്ക് ഫെയ്ത്താണ്. ഒരു പക്ഷേ വൈദികർക്ക് അത് വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു അതൊന്ന് ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. നമുക്ക് ഫെയ്ത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഒന്നൊരു മെൻ്റൽ ഡിസിഷനാണ്, പിന്നെ ഇൻ്റലക്ച്വൽ അസെൻറ്റ് എന്ന് പറയും. കുറേ നമ്മുടെ ചർച്ചിൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം വിശ്വസിക്കുക. എന്നാൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് അല്ലെങ്കിൽ ബൈബിളിലേക്ക് അല്ലെങ്കിൽ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിലേക്ക് മതി നമുക്കറിയാം. നീ ഇന്ന ഡോക്യുമായി വിശ്വസിക്കുന്നുണ്ട് എന്നൊന്നും ഈശോ ആരോടും ചോദിക്കുന്നു. സാധാരണ അത് ആരോടും ചോദിക്കുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു പട്ടിക എടുത്ത് അനലൈസ് ചെയ്ത് ആ വിശ്വാസത്തെ പഠിക്കാൻ നമുക്കറിയാം. എനിക്കിത് നിന്നെ സുഖപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നു യേശു. അപ്പോൾ സാധിക്കുമെന്ന് ഒരുവൻ പറയുകയാണെങ്കിൽ ഈശോയ്ക്ക് അവനെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി, അവന് പ്രത്യേകമായിട്ടുള്ള പവർ ഉണ്ട് എന്ന് വിശ്വസിക്കും. അപ്പോൾ ആ പവർ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോയെ മുഴുവൻ അവിടെ ഏൽപ്പിക്കുന്നു. കോൺഫിഡൻസ്, ട്രസ്റ്റ്, ഇതാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന സാധാരണ ഒരു പ്രതിഭാസം. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാവുന്നത് ഈ സുവിശേഷത്തിൽ ഈ കാണുന്ന അത്ഭുതങ്ങളിലെല്ലാം വിളിച്ചിട്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ സാധിക്കുന്നത്, എനിക്കിതുപോലെ എന്നെ സുഖപ്പെടുത്താനും ഉള്ള ഈശോയ്ക്ക് അതിനുള്ള ശക്തി, അതിനുള്ള പവറുണ്ടോ, അതുപോലെ ഈശോയ്ക്ക് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ടോ, കോൺഫിഡൻസ്, ട്രസ്റ്റ് ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഇത്രയും നല്ലതാണ്. നമ്മളെല്ലാവരും ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിൻ്റെ അവരെല്ലാവരും നിങ്ങളെല്ലാവരും ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരും പറഞ്ഞു കൊടുക്കുന്നവരും ഒക്കെയാണ്. ഇനി എനിക്ക് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ ഡാർക്ക് ഫെയ്ത്തിനെ പറ്റിയാണ് കൂടുതൽ പറയാനുള്ളത്. സാധാരണക്കാരുടെ വിശ്വാസം നമുക്ക് ആർജിക്കാൻ സാധിക്കുമോ? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു ഊണ്ടിങ്ങായിട്ടൊരു വാക്ക് പറയും, സമൂഹത്തിൽ കമ്മ്യൂണിറ്റിയിലെ ഒരാളെങ്കിലും ഊണ്ടിങ്ങായിട്ടൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അഗ്രസീവായിട്ട് വലിയ ദേഷ്യത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ആ ഡാർക്ക് ഫെയ്ത്തിൻ്റെ കുറവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വരുന്ന എല്ലാം അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട് തരുന്നതാണ്. ഇതെല്ലാം ഇന്നും ഞാൻ ഒരു ഫാമിലിയുമായിട്ട് സംസാരിക്കുന്നു. ഞാൻ വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഈ വീട്ടിൽ സമാധാനക്കാരുണ്ടാക്കുന്ന മരുമകൾ പറയും, ഈ വീട്ടിൽ സമാധാനമില്ല, ഞങ്ങൾക്ക് സമാധാനമില്ല, കാരണം അമ്മായിമ്മ രണ്ടുപേരും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ രണ്ടുപേരും വിളിച്ച് പണിയിലേക്ക് വന്നേക്കാം, നമുക്ക് എന്നിട്ട് കാർന്നവർ പറയുന്നേ, ഇതൊക്കെ ദൈവം കാണുന്നില്ല, ഇതെല്ലാം ദൈവം കാണുന്നില്ല. എൻ്റെ ഭാര്യയെ എൻ്റെ മരുമോളും കിടന്ന് വഴക്ക്, ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുന്നു, ഞാൻ ആരുടെയെങ്കിലും പ്രശ്നം ചെയ്യാൻ പറ്റുമല്ലോ, സമാധാനമില്ല.
അപ്പം എല്ലാം ദൈവം അറിഞ്ഞിട്ടില്ല, ഇതെന്തിനു വേണ്ടിയാണ് ദൈവം വരുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കാൻ. അപ്പോൾ ഒരു ഡാർക്ക് ഫെയ്ത്തിലേക്ക് അദ്ദേഹം വളരാനായിട്ട് ശ്രമിക്കുന്നു, എല്ലാം പറഞ്ഞു കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. നാളത്തെ ദിവസം നാളെ വരുമ്പോൾ ഞാനത് കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിലേക്ക് മറ്റേ നല്ല വിശ്വാസത്തിലേക്ക് വരുത്തി അവരെ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മുടെയൊക്കെ സമൂഹങ്ങളിലൊക്കെ നമുക്ക് ഈ ഡാർക്ക് ഫെയ്ത്ത് എല്ലാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലെല്ലാം അവിടെ നിന്ന് അറിഞ്ഞ് അവർക്ക് പരിപാലനയിൽ നിന്നും വരുന്നതാണ് എനിക്ക് ഓരോന്നും സംഭവിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. യോഹന്നാൻ മാതാവിൻ്റെ സുവിശേഷമുള്ള പാവം വായിക്കുന്നവർക്കറിയാം. മാമോദിസ കൊടുത്ത് യേശു വന്ന് മാമോദിസ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് യേശു മാറി മാമോദിസ കൊടുക്കുന്ന ആൾക്കാരെല്ലാം യേശുവിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ യോഹന്നാൻ്റെ അടുത്ത ശിശുമൻ വരുന്ന അവരെല്ലാം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ യോഹന്നാൻ മാതാവിനെ പറയുന്നത്, എനിക്ക് സ്വർഗത്തിൽ നിന്നും ഒരു ദാനം കിട്ടിയിട്ടുണ്ട്, ആ ദാനം ഞാൻ ഉപയോഗിക്കുന്നു, അത് കഴിയുമ്പോൾ ഞാൻ നിർത്തും. ഇത് വലിയൊരു സെൽഫ് അക്സെപ്റ്റൻസ് ആണ് യോഹന്നാനെ സംബന്ധിച്ച്. അപ്പം നമുക്കൊക്കെ ഈ സെൽഫ് അക്സെപ്റ്റൻസ് ആണ് വളരെ കുറവായിട്ട്. അപ്പോൾ നമ്മളെപ്പറ്റി ആരെങ്കിലും കുറ്റം പറയുകയോ നമ്മൾ വിമർശിക്കുകയോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാടിപ്പോകാതെ വളരെ ധൈര്യപൂർവ്വം, പ്രത്യേകിച്ച് വിത്ത് ഗ്രേസ്, ആ ആളിന് മുമ്പിൽ നിന്ന് അത് കേൾക്കാനും അവകാശം കോപിക്കാതെയും എല്ലാം ശാന്തമായിട്ട് നിന്ന് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ബലമുണ്ടെന്ന് മനസ്സിലാക്കി. ആ ഒരു ബലമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ദേഷ്യപ്പെടുന്നത് ഒരിക്കലും ബലമല്ല. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ശാന്തതയാണ് ഏറ്റവും വലിയ ശക്തി. ദേഷ്യപ്പെടുന്നതല്ല, ദേഷ്യപ്പെടുന്നത് ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാം ഇപ്പം എന്നെ കൊണ്ടുവന്ന യോസേട്ടൻ കൊടുന്ന വഴി കുറിച്ച് പറയുകയാണ്. നമ്മുടെ കത്തോലിക്ക പുരോഹിതന്മാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ശിവമലബാർ അച്ഛന്മാർക്ക് ആൾക്കാരുമായിട്ട് അധികം ബന്ധമില്ല. എന്നാൽ മലങ്കര അച്ഛന്മാർക്ക് ആൾക്കാരുമായിട്ട് നല്ല ബന്ധമാണ്. അവർ ഇറങ്ങി അങ്ങോട്ട് ചേർന്ന് അവരുമായിട്ട് ഇടപഴകി വളരെയധികം കാര്യമായിട്ട് പ്രവർത്തിക്കണം. അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഊഷ്മള, സ്നേഹത്തിൻ്റെ ഊഷ്മളത അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ശരിയാണ്, നമ്മളൊരു ആൾക്കാരുമായിട്ട് അധികം ബന്ധമില്ലാതെ ഇങ്ങനെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ സഹായിക്കാനുള്ള സന്നദ്ധത നമുക്ക് കുറവാണ്, നമ്മൾ അധികാരം കൂടുതൽ ഉപയോഗിക്കുന്നു, ഇതൊക്കെയുള്ള ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഓരോ മീറ്റിംഗ് കൂടുമ്പോഴും പള്ളിയിലൊക്കെ ഓരോ മീറ്റിംഗ് കൂടുമ്പോഴും പറയും അതിൻ്റെ റിയാക്ഷൻസ്. പഴയത് തൊട്ടിഞ്ഞ് പറയും, അതുപോലത്തെ മുഴുവനുള്ള അച്ഛന്മാരെ ഓർമ്മയുണ്ടെങ്കിൽ അച്ഛന്മാരെ എല്ലാം കുറ്റം പറഞ്ഞ് എല്ലാം പറഞ്ഞ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ആധ്യാത്മികമായിട്ടൊരു ചിന്തയില്ല. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം ഒരു ഡാർക്ക് ഫെയ്ത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന കുറ്റങ്ങൾ, പോരായ്മകളെല്ലാം ഈ ഡാർക്ക് ഫെയ്ത്തിൽ ഏറ്റെടുത്ത് വിശ്വാസം വളരാനായിട്ട് നമുക്ക് ഒന്ന് പ്രത്യേകിച്ച് മാറ്റി ശ്രമിക്കാം. ഇനി എനിക്ക് ഒരു പോയിന്റ് പറയാനുള്ളത്, സന്യസ്തരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ധ്യാനമാണ്, മെഡിറ്റേഷനാണ്. അതൊന്നുമല്ല. അപ്പോൾ അതിലേക്ക് കൂടി നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ ഒരു എക്സസൈസ് ആയിട്ട് വേണം നമ്മൾ ധ്യാനം നടത്താൻ. നമ്മൾ എത്ര പേര് അത് വളരെ ഭംഗിയായിട്ട് ഓരോ സഭയ്ക്കും ഒരു നിഷ്കർഷയുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറൊക്കെ എന്തായാലും 1 മണിക്കൂർ സമയം മെഡിറ്റേഷൻ ധ്യാനത്തിൽ കഴിയണം. നമ്മുടെ എത്ര പേരുടെ ധ്യാനമുണ്ട്, ഒരു ക്വാളിറ്റി എന്ന് പറയാൻ നമുക്കറിയാം. നമ്മളെല്ലാവരും പറയാൻ നമുക്ക് ഏകാഗ്രത, നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മണ്ഡലമായാലും ആ മണ്ഡലത്തിലെ ടെൻഷൻസ്, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ പ്ലാനും പദ്ധതികളെല്ലാമായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പറ്റും. അപ്പോൾ ദൈവവുമായിട്ടുള്ള സംഭാഷണം, ദൈവത്തെ ശ്രമിക്കുക. അപ്പോൾ ദൈവത്തിനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ച് കേട്ട മാത്രം പോരാ, ധ്യാനത്തിലൂടെ നമുക്ക് ദൈവം നമ്മളുടെ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ആ വചനം കൂടി കേട്ട് നമ്മുടെ ദൈവത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും. ഓരോ മനസ്സാന്തം എന്ന് പറയുന്നത് ദൈവത്തെ പുതുതായിട്ട് കണ്ടുമുട്ടുക, അനുഭവിക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിലൂടെ, മാസധ്യാനത്തിലൂടെയോ ഇല്ല, നമുക്ക് ദൈവത്തെ പുതുതായിട്ട് അനുഭവിക്കാനും കണ്ടുമുട്ടാനും മനസ്സിലാക്കാനും ഒരു പുതുതായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗത്തിലാണ്. അപ്പോൾ ഞാനൊക്കെ ലോസ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ
ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ നമ്മുടെ റോസറ്റ് കട്രാത്തിച്ച് അല്ലേ കട്രാത്തിച്ച് അപ്പോൾ റോസറ്റിന് ഞങ്ങൾ ചെല്ലുന്ന ട്രെയിനിൽ തിരിച്ച് ആ ട്രെയിൻ കേരളത്തിൽ പോവുകയാണ്. അന്ന് അവിടെ ആ സ്വപ്പം ആക്സിഡൻറ്റ് അദ്ദേഹം മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തെ പറ്റിയുള്ള അനൗൺസ്മെൻ്റ് വേണം. അപ്പം യുനെസ് പിതാവാണ് അന്ന് ഡോക്ടർ പങ്കെടുത്തത്. അപ്പം ഞങ്ങളോട് യുനെസ് ബിഷപ്പ് പറയുകയാണ്, ഞാൻ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എൻ്റെ താനും പദ്ധതിയായിട്ട് അവിടെ ഇരുന്ന് അച്ഛന്മാർ ഉറങ്ങുന്നുണ്ടോ അച്ഛന്മാർ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കൂ. പിന്നെ വല്ലപ്പോഴും ഒന്ന് ധ്യാനിക്കാൻ തോന്നുന്നെങ്കിൽ ആ റോജത്തിനെ നോക്കിയാണ് ധ്യാനിക്കുന്നത്. കാരണം അദ്ദേഹം ധ്യാനം തുടങ്ങിയാൽ അവസാനം വരെയും അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയും ആ കൈമുട്ടിരിക്കുന്ന മുട്ടുമുട്ടിന്നാണ് ധ്യാനിക്കുന്നത്. അതെ, ഒരു സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ അടുത്ത സമയം ഒരു 10 മിനിറ്റെങ്കിലും ധ്യാനിക്കുന്ന അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ധ്യാനത്തിൻ്റെ ക്വാളിറ്റി പറയാം. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള ബേസിസ് ഉണ്ടാകും. നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം വളരെ ശരീരത, സുന്ദരമായിട്ടുള്ളൊരു ശരീരത, ഒരു അട്രാക്റ്റീവായിട്ട് എല്ലാവർക്കും തോന്നത്തക്ക രീതിയിലുള്ള ഒരു ചൈതന്യം നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ധ്യാനത്തിന് ഒരു ആധ്യാത്മിക കൃത്യങ്ങളുടെ പ്രമുഖ സ്ഥാനം തന്നെ കൊടുക്കും. കുർബാന കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു സ്ഥാനം ഇതുപോലെ നമ്മുടെ ധ്യാനമാണ്. അതാരും കാണുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്നല്ലേ ധ്യാനിക്കുന്നത്. അപ്പോൾ ഒന്ന് ധ്യാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൂട്ടക്രമത്തിൽ വരുന്നുണ്ടായിരിക്കും. പക്ഷെ ധ്യാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും തന്നെ 100% അല്ല 60% പോലും പറയും നമ്മൾ ധ്യാനിക്കുന്നു. നമ്മൾ വേറൊരു ലോകത്തിൽ നമ്മുടേതായിട്ട് ലോകത്തിൽ നമ്മുടെ ആശയങ്ങളും എല്ലാം നമുക്കുണ്ടാകുന്ന ചിന്തകളും എല്ലാം പല വിചാരത്തിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ വിശ്വാസ വർഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ കടക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രയർ അത് വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ സമയങ്ങളും എല്ലാവരും ചിലർക്ക് പിടിക്കപ്പെടുക അല്ലെങ്കിൽ ചോദിക്കുന്ന ഞങ്ങളുടെ കൂട്ടം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഓടി വരും. ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റിസിനെ കണ്ടിട്ടുണ്ട്. ജസ്റ്റിസിൻ്റെ ആകെപ്പാടെ 12 മണിക്ക് പ്രാർത്ഥനയാണ് ചിലപ്പോൾ കേട്ടില്ല. ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റ് പ്രാർത്ഥന. അത് എവിടെയായാലും അത് കൂടിക്കണം. പ്രിൻസിപ്പാളായാലും ഓടി വരും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റിസിൻ്റെ കൂടെ. അത് 12 മണിക്ക് നിർത്തി ഒരു 2 മിനിറ്റ് മുമ്പിൽ വന്ന് ആ 15 മിനിറ്റ് പ്രാർത്ഥന അല്ലെങ്കിൽ തട്ടി നിൽക്കും. കർശനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് അവർ എവിടെ നിന്നെങ്കിലും ഓടി പിടിച്ച് വന്ന് ആ പ്രാർത്ഥനയിൽ 15 മിനിറ്റ് അത് ഇവിടെ അവർക്ക് കമ്മ്യൂണിറ്റി പ്രയറായിട്ടുണ്ട്. പക്ഷെ അതിൽ ആ നിഷ്കർഷ വയ്ക്കുന്ന അവർ ഓടി ഏത് വലിയ ആളായാലും ശരി അത് സംബന്ധിക്കും. നമ്മുടെ സമൂഹങ്ങളിലും ഞങ്ങനെയാണ്. അല്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്ന സുപ്രീംമാരാണെങ്കിൽ എല്ലാവരും ഓടി പിടിച്ചോ എന്ന് ഇരിക്കും. ധ്യാനിക്കുന്നുണ്ടോ ചോദിച്ചാൽ ധ്യാനിക്കുന്നുണ്ട്. ശരി, കാര്യമായിട്ട് ഒരു പലവും ആ വ്യക്തിക്കും സമൂഹത്തിനും സഭയ്ക്കും ഉണ്ടാകും. അപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന ഇനി വലിയൊരു പ്രോബായിട്ട് നമ്മുടെ എല്ലാവരുടെയും കുറവ്, എല്ലാ സെമിസ്റ്ററിൻ്റെയും ഒരു പ്രോബായിട്ട് നമ്മുടെ ശിഷ്യന്മാരുടെ മാത്രം സിസ്റ്റേഴ്സിനായാലും എല്ലാവർക്കും പല വിചാരങ്ങൾ. നമ്മൾ നാടും വീടും വീട്ടിൽ ഇനി പോന്നിരിക്കുക അല്ലേ? മുഴുവൻ ദൈവത്തിനായിട്ട് സമർപ്പിച്ച് ആൾക്കാർക്ക് എന്തുമാത്രം കാര്യങ്ങളെപ്പറ്റി അവലയിക്കുക അല്ലേ? ഭർത്താവിൻ്റെയും മറിയത്തിൻ്റെയും കാര്യം പറയുന്നവരെ ഭർത്താവ് പറഞ്ഞില്ലേ, ഈ പല കാര്യങ്ങളിലും വെടിനപ്പെട്ട് വരും. നല്ല കാര്യം അവൾ തിരഞ്ഞെടുക്കും. നമ്മൾ ഈ നല്ല കാര്യം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. ദൈവമായിട്ട് ഏകാഗ്രതയിൽ കഴിഞ്ഞ് അത് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ നിമിഷങ്ങൾ അവിടെയാണ് നമ്മുടെ ഫെയ്ത്ത് ഒന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് വെറുതെ യാന്ത്രികമായിട്ടുള്ളത് പ്രവർത്തനങ്ങൾ, വെറും യാന്ത്രികമായി. നമുക്ക് പുണ്യമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പുണ്യമുണ്ട്. എനിക്ക് പുണ്യമാണ്. ഞാൻ പുണ്യകാലത്ത് അഭ്യസിക്കുന്ന ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് ഓരോ പ്രവർത്തനത്തിന് മുമ്പ് ദൈവമേ എന്ന് ഓർത്ത് ഞാൻ ചെയ്യുന്ന പ്രവർത്തി ദൈവമേ ഇത് നിന്റെ സ്തുതിക്കും മഹത്വത്തിനും ആത്മാക്കളും രക്ഷയ്ക്കുമായിട്ട് എന്ന് എന്നെ നമസ്കരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു കുറ്റമാണ്. ഇത് പ്രാർത്ഥിച്ച് ഞാൻ ചെയ്യാൻ വിശുദ്ധിക്കിട്ടതാകും. അത് ഇന്ന് വരെയും ഇന്ന് ഓരോന്നും ചെയ്യുമ്പോഴും പറ്റുന്നതുപോലെ. അപ്പോൾ എന്തുമാത്രം അത് ഓർത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ദൈവമേ നിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കുകയാണെങ്കിൽ അതെന്താ പുണ്യപ്രവൃത്തിയാണെന്നത്.
സൽപ്രവൃത്തികളെല്ലാം പുണ്യപ്രവൃത്തികളാണെന്നും ഒന്നുണ്ടാക്കിയില്ല. ഇത് പുണ്യപ്രവൃത്തികൾ നല്ല ഒത്തിരി നമ്മൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും പുണ്യപ്രവൃത്തികളാകുന്നില്ല. പുണ്യം ഉണ്ടാകണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് കൊടുക്കണം. ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ട് സ്തുതിക്കുമായിട്ട് കൊടുക്കുമ്പോഴേ അത് പുണ്യമായിട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ പുണ്യജീവിതം അഭ്യസിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ പുണ്യജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവർ നമ്മളൊക്കെ എല്ലാവർക്കും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മെഡിറ്റേഷൻ. ദൈവികമായിട്ടുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകും. നന്നായിട്ട് ധ്യാനിക്കുന്നവർക്ക് നന്നായിട്ട് നല്ല നല്ല ആത്മീയ ചിന്തകളുണ്ടാകും. അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും, പങ്കുവയ്ക്കും. അവരുടെ ജീവിതത്തിൽ ആകെപ്പാടെയുള്ള ഒരു വലിയ ശാന്തതയും ശാരീരതയും കൈവരും. ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുണ്യവേദ എളിമ അല്ലേ? സംശയത്തിൽ ആർക്ക് എളിമയുണ്ടോ അവർ ആ വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടും. ഞങ്ങൾ ഓർക്കുന്നുണ്ട് നമ്മുടെ കനീസ്, നിങ്ങൾക്ക് അതൊക്കെ പറയാം അല്ലേ? വെച്ച് പോയ കനീസ് ഞങ്ങളുടെ ജനാധിപത്യം ആയിരുന്നു. ബൈബിളിൽ നോക്കിയിട്ടുള്ള കനീസിനും മാമ്പ്രയച്ചനും ഞങ്ങൾ വാസികളുണ്ട്. മാമ്പ്രയച്ചനും ഞങ്ങൾ പഴയ ജനവാദം. ഇവർ രണ്ടുപേരും സംസാരിച്ചാൽ രണ്ടുപേരും കുരിഞ്ഞ് നിലമുട്ടുണ്ടാവും. അത്രയും വലിയ രണ്ടുപേർ. അതിൽ വിജയിക്കുന്നത് കനീസിനായി. അപ്പോൾ യഥാർത്ഥത്തിൽ കനീസിനായിട്ട് സംസാരിക്കുന്നത് അറിയാം. അതുകൊണ്ടല്ലേ അവിടെ വഴിയാട്ടായിരുന്നപ്പോൾ എന്തുമാത്രം അച്ഛന്മാരും സിസ്റ്റേഴ്സും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സ്പിരിച്വൽ ഡയറക്ഷൻ നൽകുന്നത്. വേറെ ഒരു പണിയില്ല, സ്പിരിച്വൽ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ടോക്ക് കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുക, ടോക്കൊന്നും പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. സ്പിരിച്വൽ ഡയറക്ഷൻ ആരെങ്കിലും വന്നാൽ അവർക്ക് അനുഭവം. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലുള്ള ശരീരത അദ്ദേഹം നന്നായിട്ട് ധ്യാനിക്കുമായിരുന്നു. ഒരുപാട് സമയം പ്രാർത്ഥിക്കുമായിരുന്നു. 7-8 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്നു. ആ സന്നിധി അവിടെ പോയിട്ട് നോക്കിയായിരുന്നു. ആ സന്നിധി ഇരുന്ന് അദ്ദേഹം 6-7 മണിക്കൂർ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ പ്രാർത്ഥന ശരി അദ്ദേഹത്തിന് ധ്യാനിക്കാനായിട്ട് നല്ല പ്രത്യേക വരം കിട്ടിയ മനുഷ്യനായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വരം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ വരമുണ്ട്. നമുക്ക് ഈ വരം അനുസരിച്ച് നമുക്ക് ശാന്തമായിട്ട് ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളെ തന്നെ ഉള്ളിൽ കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വലിയ ഒരു നേട്ടമായിരിക്കും എന്ന് ഞാൻ പറയുക. അതുകൊണ്ട് ഈ മാസ ധ്യാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ പറ്റി ആ ഡാർക്ക് ഫെയ്ത്തിലേക്ക് വളരാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം നല്ല വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ സമർപ്പിച്ച് എല്ലാം അവിടുന്ന് പ്രത്യക്ഷമായിട്ടില്ല, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ നടക്കുന്നുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തെ നമുക്ക് ആത്മീയ കണ്ട് അവിടത്തേക്ക് സമർപ്പിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അനുദിന ധ്യാനം, പേഴ്സണൽ പ്രയർ, മാസധ്യാനങ്ങളെല്ലാം ഫലപ്രദമാകട്ടെ. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അതുപോലെ നമ്മുടെ ജീവിതം എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്ത് പുണ്യം സമ്പാദിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന് വലിയ മഹത്വം പ്രദാനം ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയും നിങ്ങളുടെ എൻ്റെ ഈ പുണ്യവചനങ്ങൾ സദയം കേട്ടിരിക്കുന്നതിന് പ്രത്യേകമായിട്ട് നന്ദി വഹിക്കുകയും ചെയ്യുക.